ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ജൂതപ്പള്ളി അഥവാ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാളയിലാണ്. 11-ാം നൂറ്റാണ്ടിൽ ജോസഫ് ബ്രഭാൻ എന്ന ഒരു ജൂതൻ കൊച്ചി രാജാവിൽ നിന്ന് ലഭിച്ച മരം ഉപയോഗിച്ചാണ് മാളയിലെ ഈ ജൂതപ്പള്ളി പണിതത് എന്നാണ് ചരിത്രരേഖ. 1400-ൽ ഇത് പുതുക്കി പണിതതായും രേഖകളുണ്ട്. മാളയിലെ ജൂതസമൂഹം മാളയിലെ കച്ചവടത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലും നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഈ ഭാഗം മാളയുടെ ഹൃദയഭാഗമാണ്, അഥവാ മാള ടൗണാണ്. മാളങ്ങാടി എന്നറിയപ്പെട്ടിരുന്ന ഈ ഭാഗം പണ്ട് കാലത്ത്, അതായത് ഈ 80കളിലും 90കളിലും ഒക്കെ തന്നെ ഇന്നത്തെ കിഴക്കേ അങ്ങാടിക്കും അഥവാ പോസ്റ്റ് ഓഫീസ് റോഡിനും സമാനമായ വീഥികളായിരുന്നു. റോഡിന് ഇരുവശത്തും കൊച്ചു കൊച്ചു കടകളും അങ്ങാടിയിലും പോസ്റ്റ് ഓഫീസ് റോഡിലുമൊക്കെ ഇതുപോലെ കാണാമായിരുന്നു. ഈ കാറ് തിരിയുന്ന റോഡാണ് പോസ്റ്റ് ഓഫീസ് റോഡ്. ഈ വെള്ളക്കാറ് വരുന്ന റോഡാണ് കിഴക്കേ അങ്ങാടി റോഡ്. ഈ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ്. ഇന്നും നിലനിൽക്കുന്ന ഈ കെട്ടിടം ഒരു ജൂത കുടുംബത്തിൻ്റെ വീടാണ്. ഈ കാണുന്ന കിഴക്കേ അങ്ങാടി റോഡ് ഇന്ന് വൺ വേ റോഡായി മാളക്കുളത്തിൽ നിന്ന് ആരംഭിക്കുന്നു. കുളങ്ങളും തോടുകളും ചുറ്റപ്പെട്ട സ്ഥലം തന്നെയാണ് മാള ടൗൺ. മറ്റൊരു തോടിനടുത്താണ് മാളയുടെ ഭരണകേന്ദ്രമായ മാള പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിനടുത്ത് തന്നെയാണ് മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ചരിത്രപ്രധാനമായ പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏറെ അകലെയല്ലാതെയും സിനഗോഗിൽ നിന്ന് 500 മീറ്റർ കിഴക്ക് മാറിയും സ്ഥിതി ചെയ്യുന്ന ജൂതന്മാരുടെ ശ്മശാനം നിലനിൽക്കുന്നു. 4 ഏക്കർ വിസ്തൃതിയുണ്ടായിരുന്ന ഈ ശ്മശാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതും പഴയതുമായ ജൂത ശ്മശാനമാണ്. 2000-ത്തിലധികം ജൂതന്മാരെ ഇവിടെ സംസ്കരിച്ചതായി രേഖകൾ പറയുന്നു. കേരളത്തിൽ പ്രധാനമായും കൊച്ചി, പറവൂർ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ പോലെ മാളയിലും ജൂതസമൂഹം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തുടങ്ങി പ്രാദേശിക സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. 1955 മുഴുവൻ ജൂതന്മാരും സിനഗോഗും ശ്മശാനവും മാള പഞ്ചായത്തിൻ്റെ സംരക്ഷണയിൽ ചുമതലപ്പെടുത്തി ഇസ്രായേലിലേക്ക് മടങ്ങി. മാളയുടെ ജൂതചരിത്രവും സംസ്കാരവും കേവലം ഒരു മതത്തിൻ്റെയോ അവരുടെ സമൂഹത്തിൻ്റെയോ ചരിത്രമല്ല. അത് കേരളത്തിൻ്റെ തന്നെ സമുദ്രവ്യാപാരവും കുടിയേറ്റം, സംസ്കാരം, മതസൗഹാർദ്ദം, സാമുദായിക സാമൂഹിക ജീവിതത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അടുത്ത ഭാഗങ്ങളും തുടർന്നു കാണുക.